ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ യൂസ്ഡ് പേപ്പർ അല്ലെങ്കിൽ നോർമൽ A4 ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ കുറേ എണ്ണം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാ ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ അതിന് മുമ്പേ ഒരു പിങ്ക് പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ടേപ്പ് എടുത്തിട്ട് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാട്ടെ. ഡബിൾ സൈഡ് ടേപ്പ് ഒന്നും ഇല്ലെങ്കിൽ, അതോ വൈറ്റ് കളർ ടേപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഉള്ള ഒരു ട്രിക്ക്. നല്ല ഭംഗിയൊക്കെ ഉണ്ടാവില്ലേ പേപ്പറിൽ ഒട്ടിക്കുമ്പോൾ. പക്ഷേ ഈ ഒരു കളറിൽ പേപ്പറിൽ ഒട്ടിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ട്രിക്ക്. ഒട്ടാത്ത സൈഡിലോട്ട് ഇങ്ങനെ തിരിച്ചാക്കുക. മനസ്സിലായില്ലെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞ ആ ഒരു റെക്കോർഡ് നിങ്ങൾ നോക്കുക കേട്ടോ. ഞാൻ മലയാളത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലവർക്കൊക്കെ ഞാൻ ഫസ്റ്റ് ദുബായിലായിരുന്നു കേട്ടോ. അപ്പോൾ ദുബായ്ക്കാർക്കായിരിക്കും കൂടുതൽ വ്യൂസ്. അപ്പോൾ അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഇപ്പം ഞാൻ നാട്ടിൽ വന്നു. അപ്പോൾ ചിലവർക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ചിലവർക്ക് അറിയില്ല. അപ്പോൾ ഇംഗ്ലീഷ് അറിയാം, പക്ഷെ മലയാളിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവർക്കും അറിയാത്തവർക്കും എല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അപ്പളേ പറഞ്ഞ പോലെ ഇതേപോലെ കുറേ കട്ട് ചെയ്ത് വെക്കുക. പിന്നെ അപ്പളേ കാണിച്ച പോലത്തെ മെത്തേഡ് ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പക്ഷെ ഒരു ഭാഗം മാത്രം ഒട്ടിക്കണ്ട കേട്ടോ. രണ്ടെണ്ണം ചെയ്തപ്പോഴത്തേനും മടുത്ത് തോന്നുന്നു. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും ഇല്ലാത്തവർ മറ്റേ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തിരിച്ചൊട്ടിക്കുക. അതോ മുട്ടായികളുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലത്തെ ഐഡിയ എന്ന് വെച്ചാൽ, രണ്ടെണ്ണത്തിൽ ഞാൻ മുട്ടായി നിറയ്ക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം പേപ്പറും അതും ഇതൊക്കെയാണ് ഞാൻ നിറയ്ക്കാൻ പോണേ. പിന്നെ ഇതിൽ മാത്രം ഞാൻ ചോക്ലേറ്റ് മാത്രമല്ല, ഇതിൽ നമ്മുടെ ബാക്കിയുള്ള പീസ് എടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക, മടക്കിയിട്ട്. നമുക്കൊരു പ്രാങ്ക് ചെയ്ത് കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് അതേപോലത്തെ ചുരുണ്ട പേപ്പർ എടുക്കുക. എന്നിട്ട് ഒരു പേപ്പറിൽ മാത്രം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് ആ ചുരുണ്ട പേപ്പറും നമ്മൾ എഴുതി പേപ്പറും എല്ലാം കൂടി ഒരു കവറിലിടുക. അപ്പോൾ അത് എല്ലാവരും ചിലപ്പോൾ വലിയ പേപ്പറൊക്കെ എടുത്ത് നോക്കും, അതിലൊന്നും ഉണ്ടാവില്ല. ചെറിയ മിഡിൽ ആയിട്ടുള്ള പേപ്പർ എടുത്ത് അതിലൊന്നും ഉണ്ട്. പിന്നെ ലാസ്റ്റ് ചെറിയ പേപ്പർ എടുക്കുമ്പോൾ അതിലുണ്ടാവില്ല. ഒരു പ്രാങ്ക് പോലെയല്ലേ. പിന്നെ അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഇതൊരു ബ്രേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിൽ 90 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇനി 100 സബ്സ്ക്രൈബേഴ്സ് നിങ്ങളാക്കിയാൽ, ഏതെങ്കിലും 10 സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് 100 ആക്കിയാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഏതെങ്കിലും 10 അൺസബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒക്കെ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നേരെ ഈ വീഡിയോ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്താൽ ഈ ബ്ലൈൻഡ് ബാഗ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക്
ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് അതൊക്കെ ഞാൻ തരാം കേട്ടോ. അപ്പോൾ എന്തായാലും സെലക്ട് ചെയ്യുക കേട്ടോ, അല്ല സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കുക. ഇതെല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യട്ടാ. എനിക്കൊരു മണ്ടത്തരം പറ്റി, അതെവിടെയാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ചെയ്യണം. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളുടെ ക്ലിയർ പേപ്പർ ഇല്ലെങ്കിൽ എനിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇതേപോലത്തേക്ക് കവർ എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കുക. പിന്നെ ഇവിടെയാണ് എനിക്ക് മണ്ടത്തരം പറ്റിയത്. വീണ്ടും എന്തിനിങ്ങനെയൊക്കെ ആക്കണമെന്നല്ലേ? പറയണ്ട ഗൈസ്. ആ ക്ലിയർ ഷീറ്റ് അതിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനാണ് നോക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട്, കൈയൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആക്കി ഊരി. പിന്നെ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം കേട്ടോ. പക്ഷേ അതിൻ്റെ കൂടെ എന്നെയും കേൾക്കണം. ഓക്കെ, അങ്ങനെയൊക്കെ ആക്കി പിന്നെ അത് കീറി വന്നു. ജസ്റ്റ് ചെറുതായിട്ട് കീറത്തെ നോക്കിയപ്പോൾ ആ ടേപ്പെല്ലാം അതിൻ്റെ ഒട്ടലൊക്കെ പോയി. പിന്നെ അതൊക്കെ മാറ്റി ഇതാക്കി. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആക്കിയെടുത്ത്. പക്ഷേ ഇത് വേറൊരു സാധനമാണ്. നമ്മളുടെ ഈ ഒരു ബ്ലൈൻഡ് ബാഗ് ഒരു സ്പെഷ്യൽ ബ്ലൈൻഡ് ബാഗാണ് കേട്ടോ. ക്യാൻഡി ബ്ലൈൻഡ് ബാഗ് ആണെങ്കിലും. അപ്പോൾ നമ്മളൊരു സ്ക്വിഷി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പറഞ്ഞ് വായ കടന്ന് ഗൈസ്. എന്തായാലും സ്ക്വിഷി ഉണ്ടാക്കണത് വീഡിയോയിൽ നോക്കിയിട്ട് ചെയ്യും കേട്ടോ. എന്താന്ന് വെച്ചാൽ കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ ഫില്ല് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ കൂടി ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടാ. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ഇത് റെഡിയായി. പിന്നെ കവായി സ്ക്വിഷിയാണ് ഞാൻ ആക്കണത്. കവായി സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ കവായി സ്റ്റിക്കർ കൂടി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുത്ത് സംഭവം റെഡിയായിട്ടാ. അപ്പോൾ റെഡിയായി. ഹാപ്പി, ഞാനും ഹാപ്പി, നിങ്ങളും ഹാപ്പി. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ടേപ്പ് എടുത്തിട്ട് അവിടെ ഈ അറ്റം പോയ അപ്പോഴത്തേനും അവിടെ കിട്ടി. ഓക്കെ, ടേപ്പ് എടുത്തിട്ട് ഇതേപോലെ തിരിച്ച് അപ്പളേ ആക്കിയ പോലത്തെ മെത്തേഡാക്കിയിട്ട് ഫസ്റ്റ് ഞാൻ ആ പിങ്ക് പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാക്കിയിട്ട് സ്റ്റിക്കർ അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, ഫ്രണ്ടിൽ ഒട്ടിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. പക്ഷെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട്, ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് ക്യാൻറ്റീൻ ആക്കിയിട്ട് എഴുതിയിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാം കഴിഞ്ഞു. ബൈ ബൈ. നിങ്ങളും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടാ. സത്യം പറഞ്ഞാൽ അത് രണ്ടും തിരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. നേരെ ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ ബൈ ബൈ എന്നൊക്കെ കാണിച്ചത് എന്താണെന്നല്ല, അതിന് മുമ്പ് ഞാൻ ഇത് കാണിക്കട്ടെ. ഓക്കെ, അപ്പോൾ അപ്പോഴേ പറഞ്ഞ ഗിവ് അവേ അതിന് പ്ലീസ് ജോയിൻ ചെയ്യൂട്ടോ. 10 സബ്സ്ക്രൈബേഴ്സ് വേണം. 10 സബ്സ്ക്രൈബേഴ്സ് ആയാൽ പ്ലസ് 10 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഞാൻ എന്തായാലും ഒരു ഗിവ് അവേ തരും കേട്ടോ. ഉറപ്പായിട്ടും വാക്ക്. ഞാനൊരു ഗിവ് അവേ 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ മതി, ഞാനൊരു ഗിവ് അവേ തരും കേട്ടോ. അപ്പോൾ ബൈ ബൈ.